ദേവസ്വത്തിന്റെ ഒരു മിനിസ്റ്റർ സെലക്ട് ചെയ്യണമെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായിട്ട് അതൊരു ഹിന്ദു വിശ്വാസിയായിരിക്കണമെന്നും ഹിന്ദുക്കളാണ് അവരെ വോട്ട് ചെയ്ത് അവരെ സെലക്ട് ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ട് നമുക്കത് വിശ്വസിച്ചുകൂടാ? അത് നമ്മൾ ആവശ്യമായിട്ട് കണ്ടുകൂടാ, നമ്മൾ പ്രതികരിച്ചുകൂടാ? അത് ആവശ്യമാണ്. രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ചിഹ്നത്തിൽ നിന്ന് ജയിച്ച് ഭരണത്തിൽ വന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ദേവസ്വത്തിന്റെ മിനിസ്റ്റർ ആക്കുക, എന്നിട്ട് ഈ ദേവസ്വത്തിൽ കയറി നമ്മളെ വിശ്വാസങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുക, തൊഴാതെയും പ്രസാദം മേടിക്കാതെയും കയ്യും കെട്ടി ഗുണ്ടാകളെ പോലെ കയറി നിൽക്കുക, ഇതൊക്കെ നമ്മൾ സഹിക്കുക എന്ന് പറയുന്നതിനൊക്കെ ജീവിതം മൊത്തം ഈ സനാതന ധർമ്മത്തിന് വേണ്ടി ജീവിച്ചു. അവർ തിരിച്ചൊന്നും അല്ല പ്രതീക്ഷിച്ചത്, ഇത് നിലനിൽക്കണം. ബാക്കി വിശ്വാസങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നവരെല്ലാം ആനുകൂല്യങ്ങൾ പറ്റിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരൊക്കെ സെയിൽസ്മാനാണ്. ബോംബെയിൽ എൻ്റെ അടുത്തൊരു പരിചയമുള്ള ഒരു ഡ്രൈവർ, അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമാണ്. മുഹമ്മദ് ഭയങ്കര വീട്ടിൽ പ്രശ്നങ്ങളാണ്, നാട്ടിനും കൊള്ളില്ല. ലാസ്റ്റിൽ അയാൾ പോയിട്ട് പള്ളിയിലെ ഇമാമായി. ഞാൻ കേട്ട് നിങ്ങളെങ്ങനെ ഇമാമാക്കിയ ഒന്നിനും കൊള്ളില്ല സാറ്. അവിടെ പോയിട്ട് അവൻ ഇഞ്ഞിരുന്ന അവിടെ ഇതിങ്ങനെയുള്ള ആൾക്കാരെയാണ് മീശ എടുത്ത് ദാടിയും വെച്ച് ഒരു തൊപ്പിയും വെച്ച് എന്തെങ്കിലും കുറച്ച് വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ മീനിങ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാശ്മീരിൽ ഹിന്ദു ആണെന്ന് കേട്ടിട്ട് മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ട് ഇനി കൊല്ലുവാൻ ആർക്കാ ധൈര്യം വരിക? ഇങ്ങനെയുള്ള വിഷവിത്തുക്കളെ നമ്മൾ ഈ നാട്ടിൽ വെച്ച് വളർത്തുമ്പോൾ ഇന്ന് പല റെസ്റ്റോറൻറ്റുകളിൽ പോയാലും ഹിന്ദുവിന്റെ പേര് വെച്ചിട്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ നടത്തും. നമുക്ക് ദഹിക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത ആഹാരങ്ങൾ ഇവിടെ വിളമ്പുമ്പോൾ അവർക്കെതിരെ നമ്മൾ പറഞ്ഞാലും അത് കഴിച്ച ആൾക്കാർ മരിച്ചാലും ഇന്ന് ഈ ഭരിക്കുന്നവർ പോലും അവർക്ക് സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. നമുക്ക് സഹിക്കുന്നതിനെല്ലാം ഒരു അതിരുണ്ട്. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അത് ദൈവം തരുന്നതാണ്, ആ വഴിയാണ്. ഞാനും എന്തെങ്കിലും ഇന്ന് യാത്ര ചെയ്യുന്നത് ദൈവം കാണിച്ചിരുന്ന വഴിയിലൂടെ മാത്രം. എനിക്കൊരു സപ്പോർട്ടേഴ്സ് ഇല്ല, പക്ഷെ എനിക്ക് ചെറിയ ലക്ഷ്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതാണ് സനാതന ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയാൽ കിട്ടുന്നത്. അങ്ങനെ പഠിപ്പിക്കുകയും അതിലേക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് സ്വാമികളുടെ മുന്നിൽ ഈ അനന്തപുരി ഹിന്ദു സമ്മേളനം ഈ കേരളത്തിന്റെ ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. ഞാനിപ്പോൾ വരുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന സുഹൃത്തിൻ്റെയോട് വേണുവേട്ടനോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. നമ്മൾ എന്തുകൊണ്ട് നമ്മൾ പ്രതിഷേധിച്ചുകൂടാ? ദേവസ്വത്തിന്റെ ഒരു മിനിസ്റ്റർ സെലക്ട് ചെയ്യണമെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായിട്ട് അതൊരു ഹിന്ദു വിശ്വാസിയായിരിക്കണമെന്നും ഹിന്ദുക്കളാണ് അവരെ വോട്ട് ചെയ്ത് അവരെ സെലക്ട് ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ട് നമുക്കത് വിശ്വസിച്ചുകൂടാ? അത് നമ്മൾ ആവശ്യമായിട്ട് കണ്ടുകൂടാ, നമ്മൾ പ്രതികരിച്ചുകൂടാ? അത് ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ചിഹ്നത്തിൽ നിന്ന് ജയിച്ച് ഭരണത്തിൽ വന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ദേവസ്വത്തിന്റെ മിനിസ്റ്റർ ആക്കുക, എന്നിട്ട് ഈ ദേവസ്വത്തിൽ കയറി നമ്മളെ വിശ്വാസങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുക, തൊഴാതെയും പ്രസാദം മേടിക്കാതെയും കയ്യും കെട്ടി ഗുണ്ടാകളെ പോലെ കയറി നിൽക്കുക, ഇതൊക്കെ നമ്മൾ സഹിക്കുക എന്ന് പറയുന്നതിനൊക്കെ അതിര് വിട്ടുപോയി. ചില ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ പാഠശാലകൾ വേണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പോയതിന് ശേഷം ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഗവർണറിന്റെ നാട്ടിലൊരു ക്ഷേത്രത്തിൽ പോയി. അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് ഉണ്ടായതിനേക്കാളും 3 ഇരട്ടി ക്രൈസ്തവ സ്കൂളുകളും ചർച്ചുകളുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആ സ്കൂൾ എന്നുള്ളൊരു പ്രസ്ഥാനം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മളുടെ ക്ഷേത്രത്തോടു കൂടി സ്കൂളുകൂടെ നടത്തിയിരുന്നുവെങ്കിൽ നമ്മളുടെ പൈസയും നമ്മളെ വിശ്വാസവും കുട്ടികൾക്ക് കൊടുത്ത് ഇന്നൊരു നല്ലൊരു സമൂഹം ഈ നാട്ടിൽ കെട്ടിപ്പടുത്തുവാൻ സാധിക്കുമായിരുന്നു. ഈ പള്ളിക്കൂടം ഒരു കൺസെപ്റ്റ് വളരെ തെറ്റായിപ്പോയി. നമ്മൾ ഇനിയും മാറണം. കരിക്കകത്ത് ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവരിൽ സ്കൂൾ നടത്തുന്നു, അവർ +2 വരെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടെ യൂണിവേഴ്സിറ്റി ചെയ്യുക, 15 ഏക്കർ സ്ഥലമുണ്ട്. ആറ്റുകാല് ക്ഷേത്രത്തിന് അമ്മയുടെ പൈസയുണ്ട്, സ്ഥലവുമുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലൊരു സ്കൂൾ തുടങ്ങി, അതൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റുന്നു. അതിൻ്റെ കൂടെ ഞാൻ ക്ഷേത്രവും കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിന് സമർപ്പിച്ചു. നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. നമ്മൾ മാറി നിൽക്കേണ്ടതല്ല. നമ്മളെ മാറി നിർത്തുവാൻ വേണ്ടി നമ്മളെ ജാതി പറഞ്ഞ് അവരെ ഭിന്നിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, NSSന്റെ SNDPയുടെ മുതിർന്ന ആൾക്കാരല്ല ഡിസിഷൻ ചെയ്യേണ്ടത്, നമ്മൾ വിശ്വാസികളാണ്. ഇടയ്ക്കൊരു ക്ഷേത്രത്തിൽ എന്തോ ഒരു കാര്യത്തിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഉടനെ അതിന്റെ ജാതി കേട്ടിട്ട് അതൊരു വലിയ ഇഷ്യൂ ആക്കി. ഇതൊക്കെ അവർ ആഗ്രഹിക്കുന്നതാണ്, നമ്മളെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കുക എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒന്നാണ്,
നമ്മളെ ലക്ഷ്യം ഒന്നാണ്. നമ്മളൊരു നല്ല ഭാരതം, ഒരു നല്ല കേരളം, ഒരു മാതൃകാ കേരളം, അത് സനാതന ധർമ്മത്തിൻ്റെതായിരിക്കണം. ഇതിനകത്ത് എല്ലാവരും നമ്മളെ ഉൾക്കൊള്ളും. അത് ക്രിസ്ത്യൻസ് എന്നോ മുസ്ലിമോ ഒന്നോ ഇല്ല. പക്ഷെ ഈ ഭൂമി ഇത് മാതൃഭൂമിയാണെന്ന് അവർ വിശ്വസിച്ച് നമ്മളോടൊത്ത് ജീവിക്കുവാൻ തയ്യാറാവണം. അല്ല നമ്മളെ ഇല്ലാതാക്കുവാൻ നോക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും അവര് ഉള്ളിലുണ്ടെങ്കിൽ അതിവിടെ വിലപ്പോവില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാം ഇനി പ്രവർത്തിക്കണം. നാം അത് മനസ്സിലാക്കിയിട്ട് വേണം വരും തലമുറയെ നാം സംരക്ഷിക്കണം. ഈ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം എല്ലാ പേർക്കും എന്തും നല്ല ഹിന്ദുവിന്റെ വാക്കുകൾ തുറന്നു പറയാനുള്ളൊരു വേദിയായിട്ടാണ് നാം കാണുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങൾ ഒന്നാവണം. ഇതിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.